എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു ചെറിയ കഥയിലൂടെ ഇംഗ്ലീഷ് പഠിക്കാൻ പോവുകയാണ്. സോ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കഥകൾ തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ കഥയുടെ ഹെഡിങ് ഇതാണ്, ദ ഡിം വിറ്റഡ് ഡോങ്കി. ഡിം വിറ്റഡ് എന്ന് പറഞ്ഞാൽ വിഡ്ഢിയായ എന്നാണ് അർത്ഥം. സോ ദ ഡിം വിറ്റഡ് ഡോങ്കി എന്ന് പറഞ്ഞാൽ വിഡ്ഢിയായ കഴുത എന്നാണ് അർത്ഥം. Once there was a donkey who was wandering to graze grass. Once എന്ന് പറഞ്ഞാൽ ഒരിക്കൽ. There was a donkey who was wandering to graze grass. Graze എന്ന് പറഞ്ഞാൽ മേയുക എന്നാണ്. Graze grass എന്ന് പറഞ്ഞാൽ പുല്ല് മേയുക. വാണ്ടർ എന്ന് പറഞ്ഞാൽ അലഞ്ഞു നടക്കുക എന്നാണ് അർത്ഥം. സോ വൺസ് ദർ വാസ് എ ഡോങ്കി ഹു വാസ് വാണ്ടറിങ് ടു ഗ്രേസ് ഗ്രാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കൽ പുല്ല് മേയാൻ വേണ്ടിയിട്ട് അലഞ്ഞു നടക്കുന്ന ഒരു കഴുതയുണ്ടായിരുന്നു എന്നാണ് അർത്ഥം. വൈൽ ഗ്രേസിങ് ഹി എൻറ്റേർഡ് ദ ഡെൻ ഓഫ് എ ലയൺ. വൈൽ ഗ്രേസിങ് എന്ന് പറഞ്ഞാൽ പുല്ല് മേഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നുള്ള അർത്ഥമാണ്. ഹി എൻറ്റേർഡ്, എൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കയറുക എന്നാണ്. സോ എൻറ്റേർഡ് എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റ് ടെൻസ് ആണ്, കയറി. ദ ഡെൻ ഓഫ് എ ലയൺ, ഡെൻ എന്ന് പറഞ്ഞാൽ ഗുഹ എന്നാണ്. സോ സിംഹത്തിൻ്റെ ഗുഹയിൽ കയറി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഹി എൻറ്റേർഡ് ദ ഡെൻ ഓഫ് എ ലയൺ എന്ന് പറഞ്ഞത്. വൈൽ ഗ്രേസിങ് ഹി എൻറ്റേർഡ് ദ ഡെൻ ഓഫ് എ ലയൺ. ഫോർച്ചുനേറ്റ്ലി ദ ലയൺ വാസ് നോട്ട് പ്രസൻറ്റ് ദെയർ ആൻഡ് ഹാഡ് ഗോൺ ടു ഹാവ് ഫ്ലഷ്. ഫോർച്ചുനേറ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഗ്യവശാൽ. ദ ലയൺ വാസ് നോട്ട് പ്രസൻറ്റ് ദർ, സിംഹം അവിടെ ഇല്ലായിരുന്നു എന്നാണ് അർത്ഥം. ആൻഡ് ഹാഡ് ഗോൺ ടു ഹാവ് ഫ്ലഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാവ് ഫ്ലഷ് എന്ന് പറഞ്ഞാൽ മാംസം കഴിക്കുക എന്നാണ്. സോ മാംസം കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയാനാണ് ഹാഡ് ഗോൺ ടു ഹാവ് ഫ്ലഷ് എന്ന് പറഞ്ഞത്. ഇൻ ദ ഡെൻ he saw the lion's skin lying on the ground. In the den എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഹയിൽ. എന്തിൻ്റെയെങ്കിലും അകത്ത് എന്ന് പറയേണ്ടപ്പോഴാണ് നമ്മൾ ഇൻ എന്ന പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. സോ ഇൻ ദ ഡെൻ എന്ന് പറഞ്ഞാൽ ഗുഹയ്ക്കകത്ത്. he saw the lion's skin. lion's skin എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഹത്തിൻ്റെ തോല്. സോ ഇൻ ദ ഡെൻ he saw the lion's skin ലയിങ് ഓൺ ദ ഗ്രൗണ്ട്. ലയിങ് ഓൺ ദ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നിലത്ത് കിടക്കുന്നത് എന്നാണ് മീനിങ്. സോ ഗുഹയ്ക്കകത്ത് അവൻ ഒരു സിംഹത്തിൻ്റെ തോല് നിലത്ത് കിടക്കുന്നത് കണ്ടു എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്. ഇൻ ദ ഡെൻ ഹി സോ ദ ലയൺ സ്കിൻ ലയിങ് ഓൺ ദ ഗ്രൗണ്ട്. സീയിങ് ദ ലയൺ സ്കിൻ ആൻ ഐഡിയ കെയിം ഇൻ ഹിസ് മൈൻഡ്. സീയിങ് ദ ലയൺ സ്കിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഹത്തിൻ്റെ തോൽ കണ്ടപ്പോൾ ആൻ ഐഡിയ കെയിം ഇൻ ഹിസ് മൈൻഡ്. ഇൻ ഹിസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സിൽ എന്നാണ്. സോ അവൻ്റെ മനസ്സിൽ ഒരു ആശയം വന്നു, അല്ലെങ്കിൽ ആശയം ഉദിച്ചു എന്നൊക്കെ പറയാനാണ് ആൻ ഐഡിയ കെയിം ഇൻ ഹിസ് മൈൻഡ്. സീയിങ് ദ ലയൺ സ്കിൻ ആൻ ഐഡിയ കെയിം ഇൻ ഹിസ് മൈൻഡ്. ദ ഡോങ്കി പുട്ട് ഓൺ ദ സ്കിൻ ആൻഡ് ട്രൈഡ് ടു ഇമിറ്റേറ്റ് എ ലയൺ. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടുക അല്ലെങ്കിൽ ധരിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പം ഈ കഴുത ഈ സിംഹത്തിൻ്റെ തോല് ഇട്ടു. ആൻഡ് ട്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രമിച്ചു എന്നാണ് മീനിങ്. ടു ഇമിറ്റേറ്റ് എ ലയൺ. ഇമിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ അനുകരിക്കുക എന്നാണ്. ഒരു സിംഹത്തെ അനുകരിക്കാൻ ശ്രമിച്ചു എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്. ദ ഡോങ്കി പുട്ട് ഓൺ ദ സ്കിൻ ആൻഡ് ട്രൈഡ് ടു ഇമിറ്റേറ്റ് എ ലയൺ. He went on scaring the other little animals around. Go on doing something എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് മീനിങ്. ഗോ ഓണിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് went on. സ്കെയറിങ് ദ അതർ ലിറ്റിൽ ആനിമൽസ് എറൗണ്ട് എന്ന് പറഞ്ഞാൽ സ്കെയറിങ് എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. ദ അതർ ലിറ്റിൽ ആനിമൽസ് എറൗണ്ട്. അതർ എന്ന് പറഞ്ഞാൽ മറ്റുള്ള, ലിറ്റിൽ ആനിമൽസ് എന്ന് പറഞ്ഞാൽ ചെറിയ മൃഗങ്ങൾ എന്നുള്ള അർത്ഥമാണ്. എറൗണ്ട് എന്ന് പറഞ്ഞാൽ ചുറ്റിനുമുള്ള. സോ ചുറ്റിനുമുള്ള ചെറിയ മൃഗങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടേ ഇരുന്നു എന്നാണ് ഇതിൻ്റെ മീനിങ്. ഹി വെൻറ്റ് ഓൺ സ്കെയറിങ് ദ അതർ ലിറ്റിൽ ആനിമൽസ് എറൗണ്ട്. ദ ഡോങ്കി തോട്ട്, നൗ എവ്രിവൺ തിങ്സ് ഐ ആം എ ലയൺ. ലുക്ക് അറ്റ് ഹൗ ദേ റൺ അവേ.
ദ ഡോങ്കി തോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? തിങ്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് തോട്ട്. അപ്പം കഴുത വിചാരിച്ചു എന്നാണ് ദ ഡോങ്കി തോട്ട്. നൗ എവ്രി വൺ തിങ്സ് ഐ ആം എ ലയൺ. നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, എവ്രി വൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും, തിങ്സ് ഐ ആം എ ലയൺ എന്ന് പറഞ്ഞാൽ ഞാനൊരു സിംഹമാണെന്ന് എല്ലാവരും വിചാരിക്കുന്നു എന്നാണ് മീനിങ്. ലുക്ക് അറ്റ് ഹൗ ദേ റൺ അവേ. ലുക്ക് അറ്റ് എന്ന് പറഞ്ഞാൽ നോക്കൂ എന്നുള്ള അർത്ഥമാണ്. ഹൗ ദേ റൺ അവേ എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ ഓടിപ്പോകുന്നുവെന്ന് നോക്കൂ എന്നാണ് മീനിങ്. ദ ഡോങ്കി തോട്ട് നൗ എവ്രി വൺ തിങ്സ് ഐ ആം എ ലയൺ. ലുക്ക് അറ്റ് ഹൗ ദേ റൺ അവേ. വൈൽ ദ അതർ ആനിമൽസ് റാൻ ഹെൽറ്റർ സ്കെൽറ്റർ. ഹെൽറ്റർ സ്കെൽറ്റർ എന്ന് പറഞ്ഞാൽ വെപ്രാളത്തിൽ എന്നാണ് മീനിങ്. വൈൽ ദ അതർ ആനിമൽസ് അതായത് മറ്റുള്ള മൃഗങ്ങൾ റാൻ ഹെൽറ്റർ സ്കെൽറ്റർ വെപ്രാളത്തിൽ ഓടിയപ്പോൾ എ ഫോക്സ് ഹാപ്പൻ ടു പാസ് ബൈ. എ ഫോക്സ് ഹാപ്പൻ ടു പാസ് ബൈ എന്ന് പറഞ്ഞാൽ ഒരു കുറുക്കൻ അതുവഴി കടന്നുപോയി എന്നാണ് മീനിങ്. ദ ക്ലെവർ ഫോക്സ് ഡിഡ് നോട്ട് ഗെറ്റ് സ്കെയർഡ്. ദ ക്ലെവർ ഫോക്സ്, ക്ലെവർ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാനായ എന്നാണ് അർത്ഥം. ദ ക്ലെവർ ഫോക്സ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമാനായ കുറുക്കൻ ഡിഡ് നോട്ട് ഗെറ്റ് സ്കെയർഡ്. ഗെറ്റ് സ്കെയർഡ് എന്ന് പറഞ്ഞാൽ പേടിക്കുക എന്നാണ്. സോ ഡിഡൻ ഗെറ്റ് സ്കെയർഡ് എന്ന് പറഞ്ഞാൽ പേടിച്ചില്ല എന്നാണ് അർത്ഥം. സോ ദ ഡോങ്കി ട്രൈഡ് ടു സ്കെയർ ഹിം ബൈ റോറിങ് ലൈക്ക് എ ലയൺ. സോ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ദ ഡോങ്കി ട്രൈഡ് ടു സ്കെയർ ഹിം. ട്രൈഡ് ടു സ്കെയർ ഹിം എന്ന് പറഞ്ഞാൽ അവനെ പേടിപ്പിക്കാൻ അല്ലെങ്കിൽ ഭയപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്നാണ് അർത്ഥം. ബൈ റോറിങ് ലൈക്ക് എ ലയൺ. റോർ എന്ന് പറഞ്ഞാൽ ഗർജിക്കുക എന്നാണ്. സോ ബൈ റോറിങ് ലൈക്ക് എ ലയൺ എന്ന് പറഞ്ഞാൽ സിംഹത്തെ പോലെ ഗർജിച്ചുകൊണ്ട് എന്നുള്ള അർത്ഥമാണ്. സോ ദ ഡോങ്കി ട്രൈഡ് ടു സ്കെയർ ഹിം ബൈ റോറിങ് ലൈക്ക് എ ലയൺ. സിംഹത്തെ പോലെ ഗർജിച്ചുകൊണ്ട് കുറുക്കനെ പേടിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് മീനിങ്. ബട്ട് ഹൗ ക്യാൻ എ ഡോങ്കി റോർ. ബട്ട് എന്ന് പറഞ്ഞാൽ പക്ഷേ എന്നാണ്. ഹൗ ക്യാൻ എ ഡോങ്കി റോർ എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെ ഒരു കഴുതയ്ക്ക് ഗർജിക്കാൻ കഴിയും? ഇറ്റ് ക്യാൻ ഒളി ബ്രേ. ബ്രേ എന്ന് പറഞ്ഞാൽ കഴുതയുടെ കരച്ചിലിനാണ് ബ്രേ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ക്യാൻ ഒളി ബ്രേ എന്ന് പറഞ്ഞാൽ അതിന് കരയാനേ സാധിക്കുകയുള്ളൂ എന്നുള്ള മീനിങ് ആണ്. ജസ്റ്റ് ദെൻ all the animals realized their folly and gave the naughty donkey a sound thrashing. Just then എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ all the animals realized. realized എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി എന്നാണ്. their folly. folly എന്ന് പറഞ്ഞാൽ വിഡ്ഢിത്തം എന്നുള്ള അർത്ഥമാണ്. സോ just then all the animals realized their folly എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ തന്നെ എല്ലാ മൃഗങ്ങളിലും അവരുടെ വിഡ്ഢിത്തം മനസ്സിലാക്കി എന്നാണ് അർത്ഥം. ആൻഡ് ഗേവ് ദ നോട്ടി ഡോങ്കി എ സൗണ്ട് ത്രാഷിങ്. ത്രാഷ് എന്ന് പറഞ്ഞാൽ അടി എന്നാണ്. ഗേവ് ദ നോട്ടി ഡോങ്കി. നോട്ടി എന്ന് പറഞ്ഞാൽ വികൃതി. വികൃതിയായ കഴുതയെ അടിക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ അർത്ഥം. ജസ്റ്റ് ദെൻ all the animals realized their folly and gave the naughty donkey a sound thrashing. അപ്പോൾ തന്നെ എല്ലാ മൃഗങ്ങളും അവരുടെ വിഡ്ഢിത്തം മനസ്സിലാക്കുകയും വികൃതിയായ കഴുതയ്ക്ക് നല്ല അടി കൊടുക്കുകയും ചെയ്തു എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്. ദ ഫോക്സ് ലാഫ്ഡ് ആൻഡ് സെഡ്. ലാഫ്ഡ് എന്ന് പറഞ്ഞാൽ ചിരിച്ചു, സെഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു. സോ കുറുക്കൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യു ആർ സച്ച് എ ഡം ഡോങ്കി. ഡം എന്ന് പറഞ്ഞാൽ മണ്ടനായ അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത എന്നുള്ള അർത്ഥമാണ്. നീ ഒരു ബുദ്ധിയില്ലാത്ത കഴുതയാണ് എന്ന് കുറുക്കൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഡോണ്ട് യു നോ ദാറ്റ് ഡോങ്കീസ് കാൺട്ട് റോർ. ഡോണ്ട് യു നോ എന്ന് പറഞ്ഞാൽ നിനക്കറിയില്ലേ എന്നാണ് അർത്ഥം. ദാറ്റ് ഡോങ്കീസ് കാൺട്ട് റോർ. ഡോങ്കീസ് കാൺട്ട് റോർ എന്ന് പറഞ്ഞാൽ എന്താണ്? കഴുതകൾക്ക് ഗർജിക്കാൻ കഴിയില്ല. സോ ഡോണ്ട് യു നോ ദാറ്റ് ഡോങ്കീസ് കാൺട്ട് റോർ എന്ന് ചോദിച്ചാൽ കഴുതകൾക്ക് ഗർജിക്കാൻ കഴിയില്ലെന്ന് നിനക്കറിയില്ലേ എന്നാണ് മീനിങ്. ദ ഡോങ്കി ഹങ് ഹിസ് ഹെഡ് ഇൻ ഷെയിം വെൻ ഹി റിയലൈസ്ഡ് ഹൗ ഫൂളിഷ് ഹി വാസ്. ഹാങ് വൺസ് ഹെഡ് ഇൻ ഷെയിം എന്ന് പറഞ്ഞാൽ നാണക്കേട് കൊണ്ട് തല കുനിക്കുക അല്ലെങ്കിൽ തല താഴ്ത്തുക എന്നുള്ള അർത്ഥമാണ്. സോ ദ ഡോങ്കി
ഹങ് ഹിസ് ഹെഡ് ഇൻ ഷെയിം എന്ന് പറഞ്ഞാൽ കഴുത നാണക്കേട് കൊണ്ട് തല കുനിച്ചു എന്നാണ്. വെൻ ഹി റിയലൈസ്ഡ് ഹൗ ഫൂളിഷ് ഹി വാസ്. വെൻ ഹി റിയലൈസ്ഡ് എന്ന് പറഞ്ഞാൽ അവൻ മനസ്സിലാക്കിയപ്പോൾ എന്നാണ്. ഹൗ ഫൂളിഷ് ഹി വാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ എത്ര വിഡ്ഢിയാണെന്ന് അവന് മനസ്സിലാക്കിയപ്പോൾ എന്നുള്ള അർത്ഥമാണ്. സോ ദ ഡോങ്കി ഹങ് ഹിസ് ഹെഡ് ഇൻ ഷെയിം വെൻ ഹി റിയലൈസ്ഡ് ഹൗ ഫൂളിഷ് ഹി വാസ്. അവൻ എത്ര വിഡ്ഢിയാണെന്ന് അവൻ മനസ്സിലാക്കിയപ്പോൾ അവൻ നാണക്കേട് കൊണ്ട് തല കുനിച്ചു എന്നാണ് മീനിങ്. സോ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.